നിന്നിലലിയ രചന ആഷ്ലി. അവതരണം സാലിം കരുള. അപ്പയുടെ പൊന്നെ, ഒന്നുമില്ലട കണ്ണ, ഒന്നുമില്ല. നീയക്കരികിലേക്ക് ഇരുന്ന് അവൾ ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിച്ച് മറുകൈ കൊണ്ട് കുഞ്ഞിപ്പെണ്ണിന്റെ നെറുകയിലൂടെ പതിയെ തലോടി അവൻ പറഞ്ഞു. അവന്റെ ശബ്ദം കേട്ടതും കണ്ണുകൾ ഇറുകിയടച്ച് കരഞ്ഞ കുഞ്ഞിപ്പെണ്ണ് കണ്ണുകൾ തുറന്ന് അവനെ നോക്കി. അപ്പേ, കുഞ്ഞിക്കണ്ണുകൾ വിടർത്തി അവൾ വിളിച്ചു. ചെറുവായിൽ നിന്നും പുറപ്പെട്ട ആ വാക്ക് കേട്ട നിമിഷം ആൽഫിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ കരഞ്ഞുകൊണ്ട് ചിരിച്ചു. അപ്പേടാ, പൊന്നിൻ്റെ അപ്പയാട്ടോ. അവൻ കുനിഞ്ഞ് കുഞ്ഞിയുടെ നെറുകയിൽ ഉമ്മ വെച്ചു. കുഞ്ഞിപ്പെടൊന്ന് നിറഞ്ഞു ചിരിച്ചു. അപ്പോഴെല്ലാം മുൻപിൽ നടക്കുന്നത് സത്യമാണോ അല്ലേ എന്ന പോലെ നീ ആകെ തരിച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 3 വർഷങ്ങളായി താൻ കാണുന്ന സ്വപ്നമാണ് ചായൻ തന്നെയും കുഞ്ഞിനെയും ഒന്നിങ്ങനെ ചേർത്ത് പിടിക്കുന്ന ചിത്രം. അതാണിപ്പോൾ കൺമുന്നിൽ യാഥാർത്ഥ്യമായി നിൽക്കുന്നത്. കണ്ണുകൾ നിറഞ്ഞും ചുണ്ടിൽ വിരിഞ്ഞ ചെറിയൊരു പുഞ്ചിരിയോടെയും നീ ആ കാഴ്ച നോക്കിയിരുന്നു. അപ്പേ, വാവു. പെട്ടെന്നെന്തോ ഓർത്ത പോലെ തൻ്റെ കുഞ്ഞിക്കൈ തലയിലേക്ക് നീട്ടിയവൾ ആൽഫിക്ക് കാണിച്ചു കൊടുത്തു. ഒന്നുമില്ലടാ, അതേ കുഞ്ഞു വാവാ, അത് പെട്ടെന്ന് മാറൂട്ടോ. അപ്പയുടെ പൊന്ന് കരയേണ്ട. കുഞ്ഞിൻ്റെ കയ്യിലേക്ക് മൃദുവായി ഒന്ന് ഉമ്മ വെച്ച് പറഞ്ഞതും അവൾ അവനെ നോക്കി ചിരിച്ചു. കുഞ്ഞിൻ്റെ ചിരി കണ്ട് മതിമറന്ന ആൽഫി ഇത് കണ്ടെന്ന രീതിയിൽ നീയെ നോക്കി. എന്നാൽ ചുണ്ടിൽ വിരിഞ്ഞ ചിരി വേഗം മാറ്റി അവൾ മുഖം തിരിച്ചു. അത് കണ്ടതും അവൻ്റെ മുഖവും വാടി. പെട്ടെന്ന് കുഞ്ഞിപ്പെണ്ണ് നീയയുടെ മാറിൽ മുഖമുരസാൻ തുടങ്ങി. പാപ്പോ. കുഞ്ഞു വീണ്ടും ചുണ്ടു പുലർത്തിയതും നീ ഒന്ന് ഞെട്ടി. കുഞ്ഞിന് പാല് വേണമെന്നാണ് അവൾ പറയുന്നതെന്ന് മനസ്സിലായ ആൽഫി നീയെ ഒന്ന് നോക്കി. ആ നിമിഷം അവളും അവനെ നോക്കിയിരുന്നു. ഇരുവരുടെയും കണ്ണുകൾ പരസ്പരം കോർത്തു. മോൾക്ക് വിശക്കുന്നുണ്ടാവും മാഡം, കുറേ നേരമായില്ലേ, ഇപ്പം മരുന്നൊക്കെ കുറേ കയറിയതല്ലേ, മാഡം ഒന്ന് കുഞ്ഞിന് ഫീഡ് ചെയ്യേ. പെട്ടെന്ന് നേഴ്സ് പറഞ്ഞതും ആൽഫി നീയൊന്ന് ഞെട്ടി. അവൾ അവനിൽ നിന്ന് തൻ്റെ കണ്ണുകൾ പിടപ്പോടെ മാറ്റി. അവനും പതിയെ അവൾ ചുറ്റിപ്പിടിച്ചിരുന്ന് തൻ്റെ കൈ അയച്ചു. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ കൈയും മുഖവും ഇട്ട് നീയയുടെ മാറിൽ പരതി തുടങ്ങി. എന്നാൽ ആൽഫി തൊട്ടടുത്തിരിക്കുന്നത് കൊണ്ട് അവൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വെപ്രാളപ്പെട്ടു. നീയയുടെ അവസ്ഥ മനസ്സിലായ ആൽഫി പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് കയറി. അവൻ പോയത് നീ വേഗം തന്നെ തൻ്റെ ചുരിദാറിൻ്റെ സൈഡ് സിബ് തുറന്ന് കുഞ്ഞിന് മുലയൂട്ടാൻ തുടങ്ങി. ബാത്റൂമിലെ മിററിൽ സ്വയം നോക്കുവായെന്ന് ആൽഫി. തന്നോട് വീണ്ടും ഇറങ്ങിപ്പോകാൻ അവൾ പറഞ്ഞില്ലെന്ന് ഓർത്തതും അവൻ്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. പ്രതീക്ഷയുടെ ഒരു കുഞ്ഞു ചിരി. ലിയോൺ വീട്ടിലെത്തിയതും കണ്ടു ഹാളിലെ സോഫയിലിരിക്കുന്ന ജോണിനെ. അവൻ അയാളെ മൈൻഡ് ചെയ്യാതെ റൂമിലേക്ക് പോകാൻ തുടങ്ങിയതും ലിയോൺ, ജോൺ അവനെ വിളിച്ചു. അവനൊന്ന് തിരിഞ്ഞു നോക്കി. നീ എന്തിനാ ഇന്ന് അബ്രഹാമിൻ്റെ മോളാ ഹന്നയെ കണ്ടത്? ഞാൻ പലരെയും കാണും, സംസാരിക്കും, അതെന്തിനാ എന്നൊക്കെ അപ്പാപ്പയെ ബോധിപ്പിക്കണമെന്നുണ്ടോ? എടുത്തടിച്ച പോലെ ലിയോണിൻ്റെ മറുപടി കേട്ടതും ജോണൊന്ന് ഞെട്ടി. ലിയോൺ, നിനക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മുടെ നല്ലതിന് വേണ്ടിയാ ഞാനൊന്ന് ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയത്. നമ്മുടെ നല്ലതും അതോ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയോ? എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ പപ്പാ. സ്വന്തം മകളുടെ ഉള്ളിൽ നിന്നും അവളുടെ കുഞ്ഞിനെ പറിച്ചെടുക്കാൻ തുനിഞ്ഞ നിങ്ങളെനിക്ക് വെറുപ്പാ. കുടുംബമാനവും ശത്രുതയും പറഞ്ഞപ്പോൾ ഒരിക്കൽ പോലും ഒന്ന് ചിന്തിച്ചില്ലേ നിങ്ങൾ അവളെ? എന്നിട്ട് ഇപ്പം ന്യായീകരിക്കാൻ വന്നേക്കുന്നു. അവന് തരം അവജ്ഞതയോടെ അയാളെ നോക്കി. പിന്നെ അന്ന് നീയെ വീട് വിട്ട് ഇറങ്ങിയപ്പോൾ ഇനി എനിക്ക് അങ്ങനെ ഒരു മകളില്ല, ഒരു മകൻ മാത്രമേ ഉള്ളൂ നിങ്ങൾ പറഞ്ഞില്ലേ? അതിലൊരു തിരുത്തുണ്ട്. നിങ്ങൾക്ക് മകൾ മാത്രമല്ല ഇല്ലാതായത്, ഈ മകനെയും നിങ്ങൾക്ക് ഇന്ന് നഷ്ടപ്പെട്ടു. അപ്പനെന്നുള്ള ബന്ധം ഇവിടെ ഉപേക്ഷിക്കാൻ ഞാൻ. പിന്നെ ഇത് എൻ്റെ വീടാ, ഇനി എന്നെ തേടി ഇവിടേക്ക് ആരും വന്ന് പോകരുത്. എൻ്റെ പെങ്ങളെൻ്റെ കയ്യിലൊന്ന് കിട്ടട്ടെ, അവളെയും കൊണ്ട് നിങ്ങളുടെ അരികിലേക്ക് ഇനി ഞാൻ വന്നോളാം. മിസ്റ്റർ ജോൺ തരകൻ, അന്ന് കാണാം നമുക്ക്. അയാളുടെ മുഖത്ത് നോക്കി അത്രയും പറഞ്ഞവൻ തൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി. ജോൺ തന്നെ കൈമുഷ്ടി ചൂട്ടി. താൻ വളർത്തിയെടുത്ത തൻ്റെ മകൻ ഇന്ന് തനിക്കെതിരെ നിൽക്കുന്നു. അയാളിൽ ദേഷ്യം നിറഞ്ഞു പൊന്തി. അടുത്ത നിമിഷം അയാൾ ആ വീട് വിട്ടിറങ്ങി പുറത്തേക്ക് നടന്നു. പുറത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന തൻ്റെ കാറിലേക്ക് കയറി തൻ്റെ ഫോൺ എടുത്ത് ആർക്കോ കോളാക്കി. ലിയോൺ, അവൻ എന്തൊക്കെയോ അറിഞ്ഞിരിക്കുന്നു. ഇനിയും വൈകിയ അവൻ സത്യങ്ങളെല്ലാം അറിയും. ലിയോൺ, നീയെ കണ്ടെത്തും മുന്നേ തന്നെ നീ അവളെ കണ്ടുപിടിക്കണം. അത്രയും പറഞ്ഞ് അയാൾ കോള് കട്ട് ചെയ്തു. അപ്പേ, അപ്പേ. കുഞ്ഞിപ്പെണ്ണിന്റെ വിളി കേടുന്ന് ആൽഫി വേഗം ബാത്റൂമിൽ നിന്ന് ഇറങ്ങി ചെന്ന് നോക്കി. നീയയുടെ മടിയിൽ കിടന്ന് അവനെ നോക്കി കൈ കാട്ടി വിളിക്കുവാണ് പെണ്ണ്. ആൽഫിക്ക് അടുത്തേക്ക് പോകാൻ വേണ്ടി നല്ലോണം കിടന്ന് കുതിർന്നുണ്ട് കുഞ്ഞിക്കാന്താരി. ആൽഫി ഓടിച്ചെന്ന് അവളെ എടുത്തതും കുഞ്ഞിപ്പെണ്ണ് ചിരിച്ചുകൊണ്ട് അപ്പേ എന്നും വിളിച്ച് അവൻ്റെ കഴുത്തിലൂടെ ചുറ്റി പിടിച്ച് നെഞ്ചിലേക്ക് വീണു. അപ്പയുടെ പൊന്നെ.
അവൻ കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ച് അവളുടെ മുഖമെല്ലാം പതിയെ ഉമ്മകൾ കൊണ്ട് മൂടി. കവളിലും ചുണ്ടിലും മാറി മാറി ഉമ്മ കൊടുത്ത് കുഞ്ഞിൻ്റെ ചുണ്ടിലെ പാലിൻ്റെ മണം അവൻ്റെ നാസികയിലെത്തിയിരുന്നു. എൻ്റെ അപ്പയല്ലേജി, അനുമോളുടെ പപ്പയല്ലേജി? ആടമുത്തേ, എൻ്റെ പൊന്നിൻ്റെ പപ്പയാട്ടോ. അവനെ നെഞ്ചിൽ കിടന്ന് അവനെ നോക്കി ചോദിച്ച കുഞ്ഞിനോട് കണ്ണുകൾ നിറച്ചത് പറയുമ്പോൾ ഒച്ചയിടുന്നുണ്ടായിരുന്ന ആൽഫിയുടെ. കന്തോ അമ്മേ, കന്തോ, ഞാൻ പറഞ്ഞില്ല എൻ്റെ പാപ്പയെ മോലി കണ്ടന്, ഞാൻ പറഞ്ഞതല്ലേ അമ്മേ? കുഞ്ഞിപ്പെണ്ണ് അവൻ്റെ കയ്യിൽ കിടന്ന് തന്നെ ബഡിലിരിക്കുന്ന നീയെ നോക്കി ചോദിച്ചു. നീയാണെങ്കിൽ തലകുനിച്ച് തന്നെ ഇരിപ്പാണ്. ആൽഫിയുടെയും കുഞ്ഞിൻ്റെയും സംസാരം അവൾ കേൾക്കുന്നുണ്ടായിരുന്നുവെങ്കിലും മുഖമുയർത്താതെ അതേ ഇരിപ്പിരുന്നു. ഞാൻ പറഞ്ഞത് അമ്മയോജി, ഇതെൻ്റെ പപ്പയാഞ്ഞ്. അപ്പോൾ അമ്മ പോയിവാ, എൻ്റെ പപ്പയല്ലേ ജീഞ്ഞ്. എന്നിട്ട് അമ്മ പോലെ വയക്കും പറഞ്ഞു പേ, എനിക്ക് ചങ്കരം പറഞ്ഞു. ചുണ്ടൊക്കെ മലർത്തി പിടിച്ച് തന്നെ നെഞ്ചിൽ കിടന്ന് കുഞ്ഞിപ്പെണ്ണ് പറയുന്നത് കേടന്ന് മാൽപ്പയുടെ ഹൃദയം പൊടിഞ്ഞു പോയി. അവൻ ബെഡിലിരിക്കുന്ന നീയെ ഒന്ന് നോക്കി. ഇട്ടിരിക്കുന്ന ചുരിദാറിൻ്റെ ഷോള് ചുരുട്ടി പിടിച്ചിരിക്കുകയാണ് അവൾ. പെണ്ണിൻ്റെ പിറക്കുന്ന ചുണ്ടുകൾ കാണുമ്പോഴേ അറിയാം കുഞ്ഞിപ്പെണ്ണ് പറയുന്നത് കേട്ട വേദനയിലാണെന്ന്. അതെ, അമ്മ വഴക്ക് പറഞ്ഞതല്ലട്ടെ എൻ്റെ പൊന്നിനെ. പാപ്പയോട് അമ്മ പിണങ്ങിയിരിക്കുക. അത് മോളറിയാതെ നിൽക്കാനേ അമ്മ ചുമ്മാ പറഞ്ഞതാട്ടോ. അവൻ നീയെ ഒന്ന് പാളി നോക്കി കുഞ്ഞിനോട് പറഞ്ഞു. ആഞ്ഞോ? ആടെ കണ്ണ. കണ്ണുകൾ വിടർത്തി ആകാംക്ഷയോടെ ചോദിക്കുന്ന കുഞ്ഞിൻ്റെ മുഖത്ത് ഒന്നുകൂടെ ഉമ്മ കൊടുത്തവൻ പറഞ്ഞു. അപ്പേ ഇക്കിജി അവഞ്ഞെച്ച്. അവൻ്റെ താടെ അവളുടെ കുഞ്ഞു കവളുകളിൽ മുട്ടിയുരസി പോയതും കുഞ്ഞിപ്പെണ്ണ് ഇക്കിളിയെടുത്ത് കുടുകൂടെ ചിരിക്കാൻ തുടങ്ങി. ആൽഫി എന്നാൽ അവൾ ഒന്നുകൂടെ പൊതിഞ്ഞു പിടിച്ച് തുരുതുരവും മുഖമെല്ലാം ഉമ്മ കൊടുത്തുകൊണ്ടേയിരുന്നു. അപ്പൻ്റെയും മോളുടെയും ചിരികൾ ആ മുറിക്കുള്ളിൽ ഒന്നാകുന്നത്. ശിവയും വിനുവും ഹോസ്പിറ്റലിലെത്തിയതും കണ്ടത് റൂമിന് പുറത്തുള്ള ചെയറിലിരിക്കുന്ന നീയാണ്. അവളെ കണ്ടതും അവർ പെട്ടെന്നൊന്ന് നിന്നു. നിന്റെ ചേച്ചിക്ക് നിന്ന് പറ്റി വിനു? ഇതെന്താ ഇവൾ പുറത്തിരിക്കുന്നത്? ഇനി നമ്മളെ നോക്കി ഇരിക്കുമായിരിക്കും. ഏയ്, ഇതൊന്നല്ല. സാറിൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ അകത്തൊരു മുറിയിൽ ഒന്നിച്ചിരിക്കാനുള്ള ഇഷ്ടമല്ലാതെ വെളി വന്നിരുന്നാവും പിന്നെ നിച്ചി. ബെസ്റ്റ്. അപ്പോൾ നമ്മൾ പോയ പിറകെ വീണ്ടും രണ്ട് രൂപത്തിലായെന്നാണ് തോന്നുന്നേ. എന്നാൽ അങ്ങനെയാണെങ്കിൽ സാറമ്മ പറഞ്ഞതുപോലെ ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ വാ, ഏതാണെന്ന് നോക്കാം. വിനുവിൻ്റെ പറച്ചിൽ കേട്ട് ഒന്ന് ഗൗരവത്തിൽ മൂളി ശിവ മുൻപോട്ട് നടന്നു. അവന് പിറകെ ഒരു ചിരിയോടെ വിനുവും. നീച്ചെന്താ ഇവിടെ പുറത്തിരിക്കുന്നേ? ബോളോണെന്നോ? വിനുവിൻ്റെ ചോദ്യം കേട്ടപ്പോഴാണ് തനിക്കടുത്തേക്ക് വരുന്ന ശിവയെയും വിനുവിനെയും അവൾ കാണുന്നത്. അത് വിനു മോളെ എഴുന്നേറ്റു. അവിടെ അകത്ത് ആളുടെ കയ്യിലുണ്ട് അവള്. ഒരു പതർച്ചയോട് അവൾ വിക്കി വിക്കി പറഞ്ഞു. എന്നാ ഞാൻ കുഞ്ഞിനൊന്ന് കാണട്ടെ വിനു, ഇപ്പൊ വരാം. വിനുവിനെ മാത്രം നോക്കി പറഞ്ഞ് ശിവ മുറിക്കുള്ളിലേക്ക് കയറിപ്പോയി. അവൻ പോകുന്നത് ഇടം കണ്ടാലെ നീ ഒന്ന് നോക്കി. ശിവ അകത്തേക്ക് കയറിയതും കണ്ടത് മുറിക്കകത്തൂടെ തന്നെ പതിയെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആൽഫിയാണ്. അവൻ്റെ കൈക്കുള്ളിൽ കിടന്ന് സുഖമായി ഉറങ്ങുന്ന കുഞ്ഞിപ്പെണ്ണു. ശോ, ഉറങ്ങിയടാ കുഞ്ഞ്? നിരാശയോടെ ശിവ പതിയെ ചോദിച്ചത് കേട്ടാണ് മുറിയിൽ നിൽക്കുന്ന ശിവയെ ആൽഫി കാണുന്നത്. നിങ്ങൾ പോയപ്പോൾ ഉണർന്നതാ. അപ്പോൾ ഒന്ന് കരഞ്ഞു. പിന്നെ പാലൊക്കെ കുടിച്ച് ഉഷാറായപ്പോൾ കുറച്ചു നേരം ഭയങ്കര വർത്താനായിരുന്നു. പിന്നെ അങ്ങ് ഉറങ്ങി കുറുമ്പി. തന്നെ നെഞ്ചോട് ചേർന്ന് കിടന്നുറങ്ങുന്ന കുഞ്ഞിനെ ഒന്ന് നോക്കി ആൽഫി പറഞ്ഞു. ശിവ ഒന്ന് ചിരിച്ചു. അവൻ്റെ കണ്ണുകൾ ആൽഫിയുടെ നെഞ്ചിലേക്ക് മുത്തുപോലെ പതിഞ്ഞു കിടക്കുന്ന കുഞ്ഞിലായിരുന്നു. അതുപോലെ ആൽഫി എന്ന അച്ഛനെയും അവൻ നോക്കി കാണുകയായിരുന്നു. ഇവ പുറത്തുണ്ട്, ആൽഫി പറഞ്ഞു തുടങ്ങി. കണ്ടു. അവൾക്ക് നല്ല ദേഷ്യമുണ്ടല്ലേ? അവളുടെ ദേഷ്യം ഞാനില്ലടാ. പിന്നെ ഇപ്പോൾ അവളിൽ ദേഷ്യത്തേക്കാളുള്ളത് പരിഭവമാണ്. അവളെ വിശ്വസിക്കാത്തതിൻ്റെ, ചേർത്ത് പിടിക്കാത്തതിൻ്റെ, തള്ളിക്കളഞ്ഞതിൻ്റെ, അങ്ങനെ ഇക്കാലം അത്രയും കൂട്ടിവെച്ച വിഷവും പരിഭവവും ഒരു വലിയ ദേഷ്യമായിട്ട് എൻ്റെ കൊച്ചി കാണിക്കുന്നതേ ഉള്ളൂ. ചുണ്ടിൽ പിരിഞ്ഞൊരു ചെറു ചിരിയോടെ ആൽഫി ശിവയെ നോക്കി പറഞ്ഞു. ശിവക്ക് സന്തോഷമാണ് തോന്നിയത്. എന്തായാലും രണ്ടുപേരും തമ്മിൽ കണ്ടല്ലോ, ഇനിയെല്ലാം പതിയാണെങ്കിലും ശരിയാകുമെന്ന് അവന് ഓർത്തു. എന്നാലേ ഞാനും വിനുവും പോകടാ, നേരെ ഒരുപാടായി. നീയും കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. പിന്നെ എൻ്റെ കുഞ്ഞിപ്പെണ്ണിനെ ഞാൻ നാളെ വന്ന് കണ്ടോളാം. ആൽഫിയുടെ കയ്യിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിപ്പെണ്ണിൻ്റെ നെറുകയിലൊന്ന് മുത്തി ശിവ പറഞ്ഞതും ആൽഫിയുടെ ചിരിയോട് അവനെ നോക്കി ശരിയെന്ന് തലയാട്ടി. പോകാനായി മുറിക്ക് വെളിയിൽ വന്ന ശിവ കണ്ടു പുറത്ത് ചേലിരിക്കുന്ന വിനുവിനെയും അവൻ്റെ തോളിൽ തലചായ്ച്ച് കണ്ണുകളടിച്ച് കിടക്കുന്ന നീയെയും. ഒരു കൈ കൊണ്ട് നീയെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് വിനു. എന്തോ ആ കാഴ്ച ശിവയുടെ കണ്ണു നിറച്ചു. സ്വന്തം രക്തം വരെ തള്ളിക്കളഞ്ഞപ്പോൾ അവളെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ ഒരു കൂടപ്പിറപ്പിന് ദൈവം കൊടുത്തല്ലോ എന്ന് നമ്മൾ ഓർത്തു. സാറിറങ്ങിയോ?
ശിവയെ കണ്ട് വിനു ചോദിച്ചത് നീയേയും പെട്ടെന്ന് കണ്ണു തുറന്ന് വിനുവിൻ്റെ തോളിൽ നിന്ന് എഴുന്നേറ്റു. കുഞ്ഞിറങ്ങി വിനു, അതാ പെട്ടെന്ന് ഇറങ്ങിയത്. ഇനിയിപ്പോൾ മോളെ നാളെ കാണാം. സമയം ഒരുപാടായില്ലേ, നമുക്ക് ഇറങ്ങിയാലോ? ആ എന്നാ ഇറങ്ങാം നേച്ചി, ഞങ്ങൾ ഇറങ്ങാം. നാളെ വരാട്ടോ. ഞാൻ പറഞ്ഞല്ലോ അധികം പേരെ ഇവിടെ നിർത്തില്ല. അത് സാറമ്മ വരാതിരുന്നേ. പിന്നെ കരഞ്ഞു പോയി ഇവിടെ ഇരിക്കരുത് കേട്ടോ. വിനു പറഞ്ഞത് നീയൊന്ന് മൂളി. അപ്പോഴും അവൾ ശിവയെ നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ശിവ കയ്യിലിരുന്ന് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അറിയാതെ പോലും അവളിലേക്ക് അവന് നോട്ടെത്തിയില്ല. എന്നാൽ സാറ് വാ, ഇറങ്ങാം. ആ ഓക്കെ. വിനു വിളിച്ചതും ശിവ അവനോടൊപ്പം നടന്നു. അപ്പോൾ പോലും ശിവയിൽ നിന്നൊരു നോട്ടം പോലും നീയക്ക് നേരിൽ വന്നില്ല. ശിവയുടെ ആ അവഗണന നീയെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. സാറയുടെ കയ്യിൽ ഫോണ് വല്ലാതെ പിറക്കുന്നുണ്ടായിരുന്നു. മറുവശത്തെ റിങ് കാതിൽ കേൾക്കുന്തോറും അവരുടെ നെഞ്ചിടിപ്പ് ഉയർന്നുകൊണ്ടേയിരുന്നു. തനിയെ റൂമിലിരുന്ന് കോൾ ചെയ്യുമായിരുന്നു സാറ. ഹലോ. പെട്ടെന്ന് മറുപുറത്ത് ആ ശബ്ദം കേട്ടതും സാറയുടെ ശ്വാസം ഒരു നിമിഷം പിടിച്ചു നിന്ന് പോയി. ഹലോ, ഹൂ ഈസ് ദിസ്? എബ്രഹാം വീണ്ടും ചോദിച്ചു. അത് ഞാൻ. അവർ കാറ്റ് പോലെ പതിയെ വിക്കി. സാറ? ഫോണിലൂടെ വന്ന ശബ്ദം കേട്ട് എബ്രഹാമിൻ്റെ ചുണ്ടുകൾ അതിശയത്തോടെ മൊഴിഞ്ഞു. സാറയും എബ്രഹാമും തമ്മിലുള്ള ബന്ധമെന്താണ്? കാത്തിരുന്ന് കാണാം.